ഗായ്സ്, അപ്പോൾ എൻ്റെ സെക്കൻഡ് സെം എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 1.5 മാസം ലീവ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ട്രെയിൻ ഞാൻ നാട്ടിലേക്ക് വരികയാണ്. ഞാൻ എൻ്റെ ബാഗ് ഇന്നലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കി ആറിയിട്ട് എടുത്ത് മടക്കി വെക്കാണ്ട് അങ്ങനെ അതെടുക്കാൻ വേണ്ടി മേലേക്ക് പോവാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ എൻ്റെ ഹോസ്റ്റലിലെ പണി നടന്നുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മേലെ പോയി ഡ്രസ്സൊക്കെ എടുത്ത് വന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ അതും കഴിച്ച് വാർഡൻ്റെ അടുത്ത് പാസും വാങ്ങി പാസും എഴുതി റൂമിലേക്ക് പോയി. ലാസ്റ്റ് ഘട്ട ചെക്കിങ്ങും കഴിഞ്ഞ് ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പോലെയാണ്, തല കുനിച്ച് ഇറങ്ങുന്നതുകൊണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ അവിടുന്ന് ഒരു ഓട്ടോവും പിടിച്ച് നേരെ സ്റ്റേഷനിലേക്ക് പോയി ടിക്കറ്റ് എടുത്ത് അവിടെ ഇരുന്നു. ഞാനാണെങ്കിൽ ഏകദേശം ഒരു 20 മിനിറ്റ് മുന്നേ എത്തിയിട്ടുണ്ട്. എൻ്റെ ട്രെയിനാണെങ്കിൽ 30 മിനിറ്റ് ലേറ്റാണ്. അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിനിലാണെങ്കിൽ നിറയെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞവരാണെന്ന് തോന്നുന്നു. കണ്ണ് കെട്ടിയവരുണ്ട്, കണ്ണട ഇട്ടവരുണ്ട്. അങ്ങനെ ഞാൻ കിട്ടിയ സീറ്റ് ഇരുന്നിട്ടുണ്ട്. ഈ ട്രെയിനിൽ വരുമ്പോൾ കാണുന്ന പതിവ് കാഴ്ചയാണ് ഇതുപോലെ പച്ചക്കറി വെക്കാൻ വരുന്ന സ്ത്രീകളെ. സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ കൃഷി ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോ കവറുകളിലാക്കിയിട്ട് തക്കാളി, പച്ചമുളക്, വെണ്ട, വഴുതിന പറയുന്ന എല്ലാ പച്ചക്കറികളും കിട്ടും തോന്നുന്നു. ഈ ഓരോ പാക്കറ്റിന് 20 രൂപയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ഫ്രഷ് സാധനമാണെന്ന് തോന്നുന്നു. എല്ലാവരും വാങ്ങുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോടെത്തി വണ്ടി എടുത്തപ്പോൾ ഒരു ഏട്ടൻ ഓടി വരുന്നത് കണ്ടു. എനിക്കാണെങ്കിൽ അയാൾക്ക് ട്രെയിൻ കിട്ടുമെന്നൊരു ടെൻഷനായിരുന്നു. ബട്ട് അയാൾക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളൊരു 7:45 ആകുമ്പോഴേക്കും വടകര എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് നേരെ ബസ്സും കയറി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മ വലിയവളിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മേൻ്റെ കൂടെ തന്നെ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, ബൈ.